പോയിട്ട് അതുപോലെ അല്ലേ, അതുപോലെ 10-15 ഉണ്ണിയായിട്ടും പോയി. പിന്നെ ഒരു 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ ഡിഗ്രി കഴിയുന്നവരപ്പോഴേക്ക് 10-25 വയസ്സായി. ഇത്രയും വയസ്സുകാലം നമുക്കൊരു ജീവനെ കയ്യിൽ കിട്ടിയിട്ട് നേരാവണ്ണം അവരുടെ ലക്ഷ്യത്തെ ബോധിപ്പിക്കാൻ അമ്മമാർ കഴിഞ്ഞില്ലെങ്കിൽ അമ്മമാരുടെ പരാജയമാകണം. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കോളേജിൽ സ്കൂളിലൊന്നും പഠിപ്പിച്ചു തരികയാണ്. അമ്മമാർ വേണം കുട്ടികളെ അർത്ഥത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇവിടെ മധ്യാഹ്നർക്ക പ്രകാശിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ കോളേജിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം എന്താണ്? എങ്ങനെയെങ്കിലും കാര്യം സമ്പാദിക്കുക, ഇഷ്ടം പോലെ നടക്കുക അല്ലേ, അടിച്ച് പൊളിക്കുകയും പൊളിച്ച് അടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുപോലെ വേണമെന്ന് വെച്ചാൽ, പണ്ട് നമുക്കൊരു സന്യാസി ഉണ്ടായിരുന്നു, പേര് അത് പറയാൻ വേണ്ടി നിങ്ങളെ പിടിച്ചിരുത്തിയത്. കാരണം കാര്യം വിട്ടു കഴിഞ്ഞാൽ പലതും ഓടിപ്പോകുന്നതിന് സംശയമുണ്ട്, അതുകൊണ്ടാണ് പിടിച്ചിരുത്തിയത്. പണ്ടത്തെ ഒരു ശ്രേഷ്ഠമായ സന്യാസിയുടെ പേരാണ് വിവേകാനന്ദ സ്വാമികൾ എന്നാണ്. നരേന്ദ്രൻ എന്നായിരുന്നു പേര് എന്നാണ്. സ്കൂളിലെത്ത പണ്ടത്തെ പണക്കാരന്റെ മകനാണ്, അതായത് വക്കീലിന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ കാളവണ്ടിയിലാണ് അല്ലെങ്കിൽ കുതിരവണ്ടിയിലാണ് അവിടെ പോണത്, സ്കൂളിൽ പോണത്. സ്കൂളിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓരോ ദിവസം ടീച്ചർമാർ ചോദിച്ചു, അന്നും ഇന്നും എന്നും ടീച്ചർമാരുടെ പണി എന്താ അറിയും? ആരാവണം 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓരോ കുട്ടികൾ ഓരോന്നോരോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നരേന്ദ്രന്റെ ഓരോക്കെ നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാവണം. ഇത് കേട്ടതോടുകൂടി കുട്ടികളും കൂടെയുള്ള പഠിക്കുന്ന പിള്ളേരും എല്ലാവരും എന്ത് ചെയ്തു? ചിരിച്ച് കളിയാക്കി. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ എന്ന് ചിന്തിച്ച് വൈകുന്നേരം വരെ ആലോചിച്ച് നേരെ അമ്മടുത്ത് പോയിട്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇതെന്താ പറയുന്നത്? ഇതുപോലെ കുട്ടികൾക്ക് കേൾക്കാനായിട്ട് ഒരു ചെവിയെങ്കിലും നമ്മൾ കൊടുക്കണം. അവരവരുടെ ബാക്കി പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, എന്നും അവർ കേൾക്കും. അവർ പറയുന്ന സമയത്ത് ഒരു ചെവി അവർക്ക് കൊടുക്കണം എന്നാണ്. കുട്ടി പറഞ്ഞു, അമ്മ ടീച്ചർ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഇതാ കുതിരക്കാരൻ. കാരണം എന്തറിയോ, ഓരോ ദിവസവും പോകുന്ന സമയത്ത് ഇത്രയും വലിയ കുതിരയെ, ഇത്രയും വേഗത്തിൽ പോകുന്ന കുതിരയെ കുതിരക്കാരൻ എത്ര ലാളിത്യത്തോടുകൂടി ലാഘവത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? മെരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്? കുതിരക്കാരനാണെന്ന് പറഞ്ഞതാണ്. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ? ചക്ക ഉണ്ടാതെ അല്ലേ ഇങ്ങനെ പറഞ്ഞേനെ. പക്ഷെ ആ ഭുവനേശ്വരി അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ പൂജാമുറിയിൽ പോയിട്ട് കാണിച്ചു കൊടുത്തു. ആ ഭഗവത്ഗീത ഉപദേശിക്കുന്ന ആ ഭഗവാന്റെ ചിത്രത്തെ കാണിച്ചു കൊടുത്തു. നോക്കൂ, 5 കുതിരകളെയാണ് ഒരുമിച്ച് മെരുക്കുന്നത്. ലോകത്തെ മെരുക്കുന്ന ആളായിട്ട് മാറണം എന്നുള്ള കാര്യം ആരാണ് കാരണക്കാരി? അമ്മയായിരിക്കും മനുഷ്യരെ. അതുപോലെ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടാകണം, പ്രത്യേകിച്ച് അമ്മമാർക്കാണ്. കുട്ടികളെ എന്തുകൊണ്ട് കുട്ടികൾ വരുന്നില്ല, എന്തുകൊണ്ട് കുട്ടികൾ വൈദ്യുതി പോണോ എന്ന് പറഞ്ഞ് നമ്മളെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്കാവുന്ന രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്ന് പറയണം. ഹോർലിക്സും